ഒരിക്കലും ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വൈക്കം മുഹമ്മദ് ബഷീർ പറയാതെ കയറി വന്നൊരു ദിവസം ഉമ്മ ചോറെടുക്കട്ടെ എന്നുള്ളത് ചോദിച്ചപ്പോൾ ബഷീറിന് ആകെ അത്ഭുതമായി. കാരണം എങ്ങനെ വരും എന്നുള്ളത് ഉമ്മ പ്രിഡിക്റ്റ് ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിൽ. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും, അതായത് നമ്മൾ കയറി വരുമ്പോൾ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ടാവും. ഏത് നിമിഷവും നമ്മൾ കയറി വരാമെന്ന് പ്രതീക്ഷിച്ചിരിക്കണ കുറച്ച് ആൾക്കാരുണ്ടാവും എന്നുള്ള ഇത് ചിന്തിക്കണ കുറച്ച് ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാനിന്ന് പോണത്. അതായത് ഞാൻ എൻ്റെ അമ്മമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. അന്ന് ഞാൻ അമ്മമ്മയുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മമ്മയുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണപുരം, പൊമ്പറ ആ ഒരു ഭാഗത്താണ്. ആ ഭാഗത്തുള്ളവർക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾ ചെല്ലണത് നോക്കിയിട്ട് അന്ന് വരുന്നുള്ളത് പറഞ്ഞതുകൊണ്ട് തന്നെ രാവിലെ തൊട്ടിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം കുട്ടികൾ ഞങ്ങൾ വരുമ്പോഴേ ഉള്ളൂ അവർക്കൊരു ആഘോഷം. ഒരു രണ്ടാൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തുള്ള സ്നേഹപ്രകടനങ്ങളാണ്. കാരണം കുട്ടികളൊക്കെ ചെന്നിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ രാവിലെ വിളിച്ച് പറഞ്ഞില്ല, കുറച്ച് വൈകിട്ട് തന്നെയാണ് വിളിച്ച് പറഞ്ഞത് വരുന്നുണ്ട് എന്നുള്ളത്. കാരണം കൺഫേം ആവാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു വിഷമാവും, വരുന്നില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതേ സ്ഥിരം പരിപാടികളാണ്. എൻ്റെ തലയിലായിരുന്നു ആദ്യം ഇങ്ങനെ അതേപോലെ വെറുതെ ഇരിക്കുമ്പോൾ വേടെടുത്തിയിട്ടില്ല, മുടി നോക്കണില്ല, കുളിച്ചത് ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ എണ്ണ തേപ്പിക്കലും കുളിപ്പിക്കലും. ഇപ്പോൾ പിന്നെ അമ്മമ്മയ്ക്ക് അതിനുള്ള ആവതില്ലാത്തത് കൊണ്ടും എന്നാലും വയ്ക്കണ പോലെയൊക്കെ അമ്മമ്മ നന്ദുവിൻ്റെ മുടി വേടെടുത്തലും കെട്ടിക്കൊടുക്കലും. അപ്പോൾ അവൾക്ക് അതൊക്കെ ഒരു രസം തോന്നിയിട്ട് അവൾ അതിരുന്നിട്ട് വീഡിയോ എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എപ്പോൾ വന്നാലും ഇതന്നെ പരിപാടി, അവളുടെ തല കെട്ടിക്കൊടുക്കലും. എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളെ സ്നേഹിക്കാനും പ്രതീക്ഷിച്ചിരിക്കാനും നമ്മൾ വരുമ്പോൾ കുട്ടികളെ കെയർ ചെയ്യാനും ഒക്കെ ഇന്നും അമ്മമ്മയ്ക്ക് അതിനൊക്കെ ഉള്ള സാധിക്കുന്നുണ്ട്. കുറച്ച് ദിവസം വയ്യാതെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ അമ്മമ്മ എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇനി തുടർന്നുള്ള വീഡിയോ നാളെ ഉണ്ടാവും. അപ്പോൾ കാണാം.